ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നലെ പോയൊരു കല്യാണ റിസപ്ഷൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ ഔട്ട്ഫിറ്റാണ് കാണുന്നത്. ഈ റെഡ് ചുരിദാർ, ഈ ബാഡ് ഒരു ഫൗണ്ടേഷനൊക്കെ ഞാൻ തേക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെഡ് നെയിൽ പോളിഷൊക്കെ എടുത്തിട്ടു. അതുപോലെ മറ്റേ ഐലൈനറും മസ്കാരയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ കൂളി കഴിഞ്ഞ് വന്ന് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഐലൈനറൊക്കെ എഴുതി കൊടുത്ത് കണ്ണിന് നല്ല രീതിയിൽ ഒരു റിസപ്ഷന് പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്തിട്ട് വേണം ഞാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോശമാവരുത്തില്ലോ എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കണ്ണൊന്നും എഴുതേണ്ടതില്ല. അപ്പോൾ കണ്ണ് നല്ല ഭംഗിയിൽ വരച്ച് കണ്ണൊക്കെ ഞാൻ നല്ല രീതിയിൽ എഴുതിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണ് എഴുതാൻ. അപ്പോൾ കണ്ണൊക്കെ എഴുതി നല്ല കുട്ടപ്പത്തിയായിട്ടാണ് ഞാൻ പോകുന്നത്. 2 കണ്ണും നല്ല വലിച്ചെഴുതി. അത്യാവശ്യത്തിന് മേക്കപ്പ്, മിനിമൽ മേക്കപ്പാണ് ഞാൻ ഇട്ടത്. എനിക്ക് മേക്കപ്പിൻ്റെ ABCD കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ മേക്കപ്പ് കൂടിപ്പോയ ചേട്ടാന്ന് പറഞ്ഞിട്ട് അവസ്ഥയായി എനിക്ക്. എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് മക്കളെന്നെ ചോദിച്ചു, ഇതാരും എൻ്റെ അമ്മിനിയാണോ എന്ന്. അപ്പോൾ മോൾ അവിടെ ബാക്കിൽ നിന്ന് കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ ലിപ്സ്റ്റിക്ക് എനിക്ക് ഒഴിച്ചു വിടാനാവാത്ത പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ കുടൽ ക്യാൻസർ വരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് എവിടേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല ഭംഗി നോക്കി. അതുപോലെ തന്നെ എൻ്റെ കമ്മൽ, ഇന്ന് ഞാനൊരു ട്രഡീഷണൽ കമ്മലാണ് കേട്ടോ. ഇത് സാധാരണ നമുക്ക് സാരിക്കൊക്കെ മാച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ ഇന്ന് ഈ ഡ്രസ്സിന് വേണ്ടി മാച്ച് ചെയ്തെടുത്താണ്. അപ്പോൾ റെഡ് ചുരിദാറാണല്ലോ, അപ്പോൾ ഗോൾഡൻ സെറി വരുന്ന കാരണം, ഗോൾഡൻ്റെ വർക്ക് വരുന്ന കാരണം മാച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൂടി പെയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പൊട്ടിൻ്റെ പാക്കറ്റ് തപ്പിയപ്പോഴാണ് എനിക്ക് വളരെ വിഷമം തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ടിൻ്റെ പാക്കറ്റിൽ പൊട്ടൊന്നുമില്ല. കാരണം ഞാൻ ഫാൻസി ഷോപ്പിൽ പോകല് ഇപ്പോൾ കുറവായ കാരണം, കുറച്ച് ബിസി ഷെഡ്യൂളായ കാരണം ഞാൻ ഫാൻസി ഷോപ്പിൽ പോക്ക് കുറവാണ്. അപ്പോൾ റെഡ് പൊട്ട് തപ്പിയപ്പോൾ റെഡ് പൊട്ടൊന്നും കാണാനില്ല. എനിക്കപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ കയ്യിലുള്ള ഏകദേശം മാച്ചിനുള്ളൊരു പൊട്ടെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അതിനുള്ള പ്രഹസനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെല്ലാം മക്കളവിടെ ബാക്കിൽ നിന്ന് കളയായിട്ടുണ്ട്. എന്തീ കാണിക്കണേശ്വര എന്തൊക്കെ പ്രഹസനമാണ് സജ്ജി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ട്. അത് കൂടാതെ എങ്ങനെയൊക്കെ ഏകദേശം മാച്ചിനൊരു പൊട്ട് കിട്ടിയപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം നല്ല ഭംഗിയിൽ പോകണമല്ലോ, ഒരു പരിപാടിക്ക് പോകണമല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. കാരണം റിസപ്ഷൻ 5:30 പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓഫീസിലുള്ളൊരു വക്കീലിൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അല്ലാണ്ട് എൻ്റെ വീട്ടിലുള്ള ആരുടെയും അല്ല. ഇതാകുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് പോലെ, കാരണം വീട്ടിലാരും ഇല്ല. പിന്നെ ഇത് എൻ്റെ കസിൻ കാനഡയിൽ കൊണ്ട് വാച്ചാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ പ്രത്യേകിച്ചുള്ള വല്ല ഫംഗ്ഷനൊക്കെയാണ് ഇങ്ങനത്തെ വാച്ച് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മൊത്തത്തിൽ എനിക്കിപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നി. കാരണം മുടി അഴിച്ചിട്ടുള്ളായിരുന്നു നല്ലതെന്ന് തോന്നി. പക്ഷേ ഇങ്ങനെ അഴിച്ചിട്ട് പോയാൽ പത്രികകൾ തുള്ളാൻ പോയ പോലെ ഉണ്ടാവും. അത് കാരണം ഞാൻ അത്ര വലിയ റിസ്ക് ഞാൻ എടുക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് മോള് വന്നപ്പോൾ മോളോട് ബാക്കിലത്തെ ഹുക്കൊന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവളെ ഹുക്കൊക്കെ ഇട്ട് ഞാൻ എൻ്റെ വക ഒരു പട്ടിഷയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ മേക്കപ്പ് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. മേക്കപ്പ് വീഡിയോ ഞാൻ പിന്നാലെ ഇടാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പട്ടി ഷോയാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നിങ്ങളൊക്കെ പിടിച്ച് നോക്കി ഞാൻ കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് മേക്ക് ഓവർ വീഡിയോ, മുടി അഴിച്ചിട്ട് പോകാൻ തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞാൻ മുടി കെട്ടിയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നാലെ ഇടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നാലെ വരുന്നത് കണ്ടോ, ഞാൻ പനിയിൽ മുടിയൊക്കെ കെട്ടി എല്ലാം ഫൈനൽ ഔട്ട്ഫിറ്റ് ഇതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ കൊണ്ടുപോകാൻ കണ്ട് ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബാഗാണ്. അതിൻ്റെ കൂടെ പേഴ്സും വെച്ച്, കാരണം അത് വഴി പോകണതല്ലേ എന്ന് വെച്ചാൽ പേഴ്സൊക്കെ എടുത്ത് ബാഗിലിട്ടു. അത് കൂടാതെ ഓഫീസിലെത്തി അപ്പം തന്നെ വണ്ടിയിൽ കയറി. കാരണം 5:30 ആയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വണ്ടിയിൽ കയറി. വക്കീൽമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ മനക്കൊടി എത്തി. അവിടെ കപ്പേടയിൽ നിർത്തി പൈസയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് പോകേണ്ടത് കണ്ടശാങ്കടവിലേക്കായിരുന്നു. കണ്ടശാങ്കടവിൽ ധന്യ കാസ്റ്റിലായിരുന്നു ഞങ്ങൾക്ക് പരിപാടി. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ പന്തുകളിയുടെ കൊടിയൊക്കെ കാണേണ്ടത് ബ്രസീലിൻ്റെ കൊടിയാണെന്ന് എനിക്ക് സംശയം. കാരണം കളിനെ കുറിച്ച് എനിക്ക് ABCD അറിയാത്ത കാരണമാണ് കേട്ടോ. ബ്രസീലിൻ്റെ കൊടിയായിരിക്കാനാണ് സാധ്യത. പോർച്ചുഗലിൻ്റെ ചുവപ്പും പച്ചയും അർജൻറ്റീനയുടെ നീലയും വെള്ളയാണ്. അപ്പോൾ ഇത് ബ്രസീലിൻ്റെ ആവാനാണ് സാധ്യത. അപ്പോൾ ഞങ്ങളിതേ ഏകദേശം എത്താറായിട്ടോ. ഞങ്ങളിതേ അവിടെ എത്തി. ജോസഫ് ആൻഡ് ജോർജീന എന്നാണ് വക്കീലിൻ്റെ മോൻ്റെ പേര്. ജോസഫ് എന്നാണ് വക്കീലിൻ്റെ മോൻ്റെ പേര്. ജോർജീന എന്നാണ് പെൺകുട്ടിയുടെ പേര്. അപ്പം സെൻറ്ററിൽ തന്നെയാണ്, കാഞ്ഞാണി സെൻറ്ററിൽ തന്നെയാണ് ഈ ഇത് കേട്ടോ. എന്താ പറയുക, മണ്ഡപം അടിപൊളിയാണ്. അടിപൊളി റിസോർട്ടായിരുന്നു. കാരണം നല്ല സ്പീഷ്യസ് ആയതുകൊണ്ട് നല്ല ആംബിയൻസ്, കാർ പാർക്കിംഗ് ഒക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ ചെന്നു. നല്ല രീതിയിൽ അവിടെ ആൾക്കാരൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്കന് മണി എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് വേറെ നഗറ്റ്സും ചിക്കൻ ബോൾസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെജിൻ്റെ ഭാഗത്തേക്ക് പോയി. വെജിൻ്റെ ഭാഗത്ത് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ എന്താ പറയുക സമൂസയായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ വെൽക്കം ഡ്രിങ്കിൽ പലതരം വെറൈറ്റി ഉണ്ടാകുന്നുണ്ട്. ഞാൻ പൈനാപ്പിൾ ജ്യൂസും മുന്തിരി ജ്യൂസുമാണ് ഞാൻ കുടിച്ചിട്ട്. ജിഞ്ചർ ലെമണും പിന്നെ വാട്ടർമെലനും ഉണ്ടാക്കുന്നതൊന്നും കുടിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിച്ച് പതുക്കെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ആംബിയൻസും പിന്നെ ഇവിടുത്തെ കാറ്ററിങ്ങിൻ്റെ പറയണത് തന്നെയാണ് കേട്ടോ. കാറ്ററിങ് അടിപൊളി കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് കയറി. മുകളിലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റേജിൽ സ്റ്റേജിൽ കയറിയിട്ട് ബഹളമൊക്കെ കേൾക്കാണ്ട് മറ്റേ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾ പതുക്കെ മുകളിലേക്കൊക്കെ കയറി. കാരണം മുകളിലായിട്ട് മണ്ടപ്പം സെൻട്രലൈസ് AC ആയിരുന്നു കേട്ടോ അവിടെ. നല്ല തണവുണ്ടാകുന്നു. ഇപ്പോൾ മഴ പെയ്യാത്ത കാരണം സമാധാനമുണ്ട്. കുറച്ച് നല്ല തണവുണ്ടാകുന്നു കാരണം AC ഓൺ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ അവിടേക്ക് എത്തിയപ്പോൾ ഇന്ന് വേറൊരു വിശേഷം കൂടി ഉണ്ടാകുന്നു. പോൾ വക്കീലിൻ്റെയും ഭാര്യയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന്. അപ്പോൾ അവരുടെയും കൂടി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ, അതായത് മോൻ്റെ കല്യാണത്തിനാണ് തന്നെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനും ആ പാരൻസിന് ഭാഗ്യം കിട്ടി. അപ്പോൾ അതേ കപ്പിൾസിനെ എന്താ പറയുക ഇൻവൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവരുടെ വൈൻ സെറിമണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിസപ്ഷന് പോകുന്നത്. അതായത് ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് മനസ്സമ്മതത്തിനാണ് പോവാറ്. കല്യാണം അങ്ങനെ ഞങ്ങൾ കൂടിയിട്ടില്ല. കൂടിയാലും പിന്നെ അവർക്ക് ഡ്രസ്സ് മാറലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ വക്കീൽമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡ്രസ്സ് മാറാൻ ചേഞ്ച് ചെയ്യാൻ സമയമില്ലാത്ത കാരണമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പോൾ വക്കീലിൻ്റെ മോനും മോളും ഒരു കളർ ഡ്രസ്സാണ്. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ നോക്കുകയാണെങ്കിൽ പെൺകുട്ടിയുടെ അമ്മയും അനിയനും ഒരു കളറും അച്ഛനും മോളും സെയിം കളറായിരുന്നു. അപ്പോൾ ഇതേ ഒരു നല്ലൊരു ടാസ്ക് പോൾ വക്കീലും ഭാര്യയ്ക്കും കൊടുത്ത്. വേറെ ഒന്നുമല്ല, പോൾ വക്കീലിൻ്റെ ഭാര്യനെ കണ്ടെന്നുള്ള കഥയും പോൾ വക്കീലിൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ കഥയാണ് ഭാര്യയോട് ചോദിച്ചത്. അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ഒരാളെയും കുറ്റം പറയാതെ നല്ല രീതിയിൽ തന്നെ അവരത് ഹാൻഡിൽ ചെയ്തു. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മൈക്ക് കൊടുത്ത ആരും അങ്ങനെ സ്റ്റേജ് ഫിയറിലുള്ളവരാരും പറയില്ല. പക്ഷേ ഇവർ ഭാര്യയും ഭർത്താവും നല്ല കട്ടയ്ക്ക് വൈബുള്ളൊരു ഫാമിലിയും തന്നെ പറയണം. കാരണം പോൾ വക്കീൽ എന്ത് പ്രശ്നം വരുന്നത് ജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ആളെ എന്ത് പറഞ്ഞാലും നന്നായി ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവരുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് അവരുടെ വന്ന മോള്, അതായത് പുതിയത് കഴിച്ചു വന്ന കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടിക്കും മോനും മോൾക്കും കേക്ക് കൊടുത്തരായിരുന്നു. അത് കഴിഞ്ഞ് മരുവാളുടെ വീട്ടുകാർക്ക് കേക്ക് കൊടുത്തരായിരുന്നു. മരുവാളുടെ വീട്ടുകാർ അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കരുതിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും അത് നല്ലൊരു അടിപൊളി ഡാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യണം. ബെല്ലൈക്കൻ വേണ്ടിയിട്ട് തന്നെയാണ് അടുത്ത വീഡിയോസ് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. നല്ല രീതിയിൽ ഇനിയിപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒരു കപ്പിൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ അധികം നല്ല നല്ല പരിപാടികൾ ഇവിടെ നടന്നു. ഞങ്ങളിപ്പോൾ പരിപാടി ഏകദേശം 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 9 മണി വരെ റിസപ്ഷനാണ്. അതായത് കപ്പിൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കപ്പിൾ ഡാൻസിന് ആ ചേച്ചിക്ക് അധികം കളിക്കാൻ പറ്റില്ല. കാരണം ഫിഷ് കട്ട് ഉടുപ്പായ കാരണം ആ ഉടുപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല. ചേച്ചിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു, നീങ്ങാൻ പറ്റാത്തതിൻ്റെ. പക്ഷേ ഞങ്ങളത് കൈകാര്യം ചെയ്ത് കളിച്ചു. അത് കഴിഞ്ഞ് അവരുടെ ഫാമിലി എടുത്ത് പറയണത് ഈ കൊച്ചു മോള് തൊട്ട് വയസ്സായ ആൾക്കാർ വരെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ കളിച്ചു കേട്ടോ. ഫുൾ ചെറുപ്പക്കാരാണ് കളിച്ചത്. അവരുടെ ഫാമിലി, അതായത് സാധാരണ വല്ലതും കളിക്കാൻ കയറി എല്ലാവരും അയ്യോ ഇത് എന്താ കാണിച്ചതെന്ന് പറയണം. കാലത്താണ് അവരെല്ലാവരും കയറി അടിപൊളിയായിട്ട് സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. ഇങ്ങനത്തെ ഒരു വേദി കിട്ടിയിട്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി വളരെ ഭാഗ്യമായിട്ട് തന്നെ. അത് കഴിഞ്ഞ് പോളോക്കിൻ്റെയും ഭാര്യയുടെയും ഡാൻസറാണ്. പോളോക്കിൻ്റെ മോളുടെ കസിൻസിൻ്റെ ഡാൻസറാണ്. അവരുടെ ഫാമിലി ഫുള്ള് നല്ല വൈബുള്ള ഫാമിലി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട്. പിന്നെ നമ്മുടെ ഹിന്ദുക്കളെ പോലെയല്ല, ക്രിസ്ത്യൻസിന് കുറച്ച് എന്താ പറയുക അവർ നല്ല ആക്റ്റീവായിരിക്കും. അവർക്കങ്ങനെ മടി സ്റ്റേജ് ഫിയർ അങ്ങനത്തെ കഴിവൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. ആദ്യത്തെ ഒന്നും നടന്നിരിക്കാറില്ല. അത് ഞാൻ മൊത്തത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇനിയും ഒരു മടി ഉണ്ടാകും. അപ്പോൾ ഈ നേരിടപ്പെട്ട നല്ല രീതിയിൽ എനിക്ക് ഡാൻസാണ് അവൾ കളിച്ചത്. അടിപൊളിയായിട്ട് അവൾ കളിച്ച് കുറ്റം പറയാനൊന്നുമില്ല. നല്ല രീതിയിൽ ഇതിനേക്കാൾ അടിപൊളിയാണ് അടുത്ത് വരുന്ന പെർഫോമൻസ്. അതായത് പോൾ വക്കീലിൻ്റെ ഭാഗം ഉണ്ടായിരുന്നുണ്ട്. അവരുടെ പ്രായം വെച്ച് ഇത്രയും നല്ല അടിപൊളിയായിട്ട് കളിച്ചു. അത് ഒരൊറ്റ സ്റ്റെപ്പ് പോലും എത്തിക്കാതെ ഈ പ്രായത്തിൽ അവർ സ്റ്റേജിൽ കയറിയ എന്താ പറയുക ക്രിട്ടിക്സാണ് അവർ പറയുന്നത്. കാരണം ഈ പ്രായത്തിൽ സ്റ്റേജിൽ കയറി കളിക്കാൻ വേണ്ടി ആ മനസ്സാണ് വരുന്നത്. അടിപൊളിയായിട്ട് ഭർത്താവ് സൂപ്പറായിട്ട് നല്ല കപ്പിൾ ഡാൻസ് കളിച്ചു. കരളെ ആ പാട്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായി കളിച്ചു കേട്ടോ. കാരണം ചിലർക്കൊക്കെ മാറ്റിയിട്ടുണ്ടാവും ഈ എന്തായി കളിക്കുന്നത്. പക്ഷേ പൊളിക്കലും വായിക്കും ആ ഒരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവരുടെ മോളും കസിൻസും തമ്മിലാണ് അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പ്രിയോ അതായത് മൂന്നാളുണ്ടായിരുന്നു. അതും അടിപൊളിയായിട്ട് അവർ രീതിയിൽ എന്ത് ഭംഗിയായിട്ട് കളിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പോളോക്കിൻ്റെ അമ്മേനെ സ്റ്റേജിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നു പറഞ്ഞുകൊണ്ടാണ് വയസ്സായ ഒരു അമ്മച്ചിയായിരുന്നു. അമ്മച്ചീനെ അവർ കേക്ക് കടിക്കുന്ന സമയത്തായിരുന്നു മോളയ്ക്ക് കൊണ്ടുവന്നത്. ആൻറ്റി പറഞ്ഞിട്ടാണ് മോളയ്ക്ക് കൊണ്ടുവന്നത്. കാരണം വയസ്സായ അമ്മച്ചീനെ ഇന്നത്തെ കാലത്ത് വൃദ്ധസദനത്തിലാക്കുന്നതാണ്. അപ്പോൾ ആ അമ്മച്ചീനെ ഈ സന്തോഷത്തിൽ അവർ പങ്കുചേർത്ത് കേട്ടോ. കഴിഞ്ഞതേ അടിപൊളി ഞാൻ പറഞ്ഞില്ലേ കപ്പിൾ ഡാൻസ് മറ്റേ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ചേച്ചിക്ക് അധികം നേരം കളിക്കാൻ പറ്റിയില്ല. ആ ഒരു ബുദ്ധിമുട്ട് നന്നായി നമുക്ക് ഫീൽ ചെയ്തു. കാരണം ഉടുപ്പിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ള കാരണം ചേച്ചിക്ക് അധികം കളിക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ
ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴേക്ക് കുറേ പേര് തിരഞ്ഞ് പോകണ്ടായിരുന്നു. അപ്പോൾ കപ്പിൾ ഡാൻസ് ഇവരുടെ ഡാൻസ് ഇവരുടെ ഡാൻസ് പറയാൻ പറ്റില്ല, അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ എന്ന് വേണം പറയാം. അത്രയും അടിപൊളിയായിരുന്നു ചിക്കൻ സൂപ്പൊന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൈസിലേക്ക് കടന്നു. റൈസ് എടുത്തു. അതുപോലെ തന്നെ എന്താ പറയുക, റൈസ്, ചിക്കൻ, ബീഫ്, പിന്നെ പോർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ സൂപ്പ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രൈഡ് റൈസ് എടുത്തു. ഫ്രൈഡ് റൈസ്, പാലപ്പം, പിന്നെ അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൽ പാലപ്പം, അപ്പം എടുത്തു. അപ്പം പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനും, പിന്നെ എന്താ പറയുക, ചിക്കൻ എടുത്തു. ബീഫ് എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്കിത് പോർക്കാക്കി, ഞാൻ പോർക്കും കുറച്ചെടുത്തു കേട്ടോ. നല്ല രീതിയിൽ പോർക്കൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. അത് കഴിഞ്ഞ് അതൊക്കെ എടുത്ത് ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതാണ് ബുദ്ധിമുട്ട്. ഒരു കയ്യിൽ വീഡിയോയും ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പ്ലേറ്റൊക്കെ ആയിട്ട് നമുക്ക് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് മനസ്സിലാക്കും ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ അടുത്ത സെക്ഷനിലേക്ക് പോയി. റൈസിൻ്റെ സെക്ഷനായിരുന്നു. റൈസിൻ്റെ സെക്ഷനിൽ ഞാൻ റൈസ് സൂപ്പ് എടുത്തു. പിന്നെ നമ്മൾ നോർമൽ സദ്യ, അതായത് ചോറ്, കൂട്ടാൻ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു നോൺ വെജ് അറിയാനും ഞാൻ ചോറും കൂട്ടാൻ എടുക്കാൻ പറ്റും. ഞാനപ്പോൾ ഇതൊക്കെ എടുത്ത് കഴിച്ചു. ഇതൊക്കെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പോൾ വക്കീൽമാർ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബീഫൊക്കെ എനിക്ക് തന്നു. കാരണം അവർക്ക് അധികം കഴിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് അവർ ബീഫൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് ഇവിടെ ബീഫ് കിട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞു. ഞങ്ങൾ അവിടെ കൊടുക്കണമെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞത് എൻ്റെ മുമ്പിലുള്ള ചേട്ടൻ്റെ കുട്ടി ഭയങ്കര വാശിക്കാണെന്ന് കുട്ടി എടുത്തു എന്ന് പറഞ്ഞാണ് ഞാൻ കടന്നുപോയി. അപ്പോൾ ഇവരുടെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ്. സ്റ്റേജ് ഡെക്കറേഷൻ പോലെ തന്നെ ഫുഡ് കൗണ്ടറിങ്. അപ്പോൾ അവർ മെയിനൊക്കെ കാര്യത്തിൽ എടുത്ത് കൗരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, അത്രയും അടിപൊളിയായിട്ടാണ് അത് അടിയിൽ സെറ്റ് ചെയ്തത്. അതേ ഫുഡ് കൗണ്ടർ, അതായത് ഫുഡ് കൗണ്ടർ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പാലപ്പം, പിന്നെ ചിക്കൻ കറി പലതരത്തിലുണ്ടായിരുന്നു. വറുത്തരച്ച ചിക്കൻ കറി, ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. ചില്ലി ചിക്കൻ ഞാൻ കഴിച്ചു. വറുത്തരച്ച ചിക്കൻ കറി എനിക്ക് അതേമാതിരി ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. കേരള സ്റ്റൈൽ ചിക്കൻ കറി ഇതിലൊക്കെയാണ് വെച്ചിട്ടുണ്ടാകുന്നത്. അത് കഴിഞ്ഞു ഞാൻ ദോശയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. ദോശയുടെ സെക്ഷനിൽ പോയിട്ട് ദോശയും പിന്നെ ഒരു ഊത്തപ്പം എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊക്കെ തിന്നാൻ നിങ്ങൾ വിചാരിക്കും ഈശ്വര ഇവർക്ക് എന്തെങ്കിലും തീറ്റി പണ്ടാക്കാണെന്ന്. പക്ഷേ ചെയ്യുന്നത് കഴിക്കാൻ ഞങ്ങൾ ലിമിറ്റായിട്ട് ഭക്ഷണമാണല്ലോ. അപ്പോഴേക്കും ഞങ്ങൾക്ക് നേരം കഴിഞ്ഞു. കഴിഞ്ഞ് ദോശ കഴിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഫോൺ വന്നു, ചേച്ചി എവിടെയാണ്, നമുക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ പോയിട്ടാണ് ഐസ്ക്രീമൊക്കെ എടുത്തിട്ടാണ്. അത് ഓട്ടാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. കാരണം ഐസ്ക്രീമിൻ്റെ ഡപ്പി എടുത്തിട്ട് അവിടെ പുഡിങ് ഉണ്ടായിരുന്നു, ഇളനീർ പുഡിങ്. അത് ഞാൻ പുഡിങ് എടുത്തിട്ടുണ്ടെന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമിന് വേണ്ടി കുറേ നേരം പെട്ടി തുറക്കാൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞ് കുറേ നേരം പറഞ്ഞ് ഞാൻ പറഞ്ഞു വേഗം താഴെ മോനെ, ഞങ്ങൾ 3 പേരും വണ്ടിയുടെ കാത്ത് കിട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് വാങ്ങി. ഞങ്ങൾ ധൃതിയാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഐസ്ക്രീം പോയി. ഞാൻ പറഞ്ഞു താഴെ കാര്യം കുഴപ്പമില്ല, ഞങ്ങൾക്ക് തന്നോന്ന് പറഞ്ഞു. പക്ഷേ അവന് മര്യാദയില്ല, ഞങ്ങൾക്ക് പ്ലേറ്റിൽ നിന്ന് തന്നെ എടുത്ത് തന്നു. അപ്പോൾ എനിക്ക് മിജിലക്കിലും മാത്രമേ കിട്ടിയില്ല, മറ്റു ഞങ്ങളുടെ കൂടിനാന്ന് വെക്കിയിലും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ആവശ്യം കൊടുത്തിട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കണ്ടാലും സബ്സ്ക്രൈബ് മാർക്കരുത്.